ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോഴാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മൊത്തവും ഫുഡ് ഐറ്റംസാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി കുക്കിംഗ് വീഡിയോസാണ് എനിക്ക് വരുന്നത് മൊത്തം. അപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു റെസിപ്പി. ഇത് ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് അങ്ങനെ നോക്കാത്തത് കൊണ്ടായിരിക്കാം കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ആണെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഗുലാബ് ജാം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് നോക്കിയപ്പോഴത്തേനും ഇവിടെ ബ്രെഡ് ഇരിപ്പുണ്ട്, പാലിരിപ്പുണ്ട്, അത്യാവശ്യം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ ഗുലാബ് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഡ്യൂട്ടി കൊണ്ട് കഴിഞ്ഞ് വന്നപ്പം കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ 4 സൈഡിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് പിച്ചി കീറിയിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കുഴച്ച് നല്ല ഉണ്ട രൂപത്തിലെടുത്ത്. ഇതിനിടയ്ക്ക് നമ്മൾ കോക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട്, പാനെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കാരണം ഇതിവിടെ ഓൾറെഡി ഉള്ള പാത്രങ്ങളാണ്, നമ്മൾ പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പോയിട്ട് വരുമ്പോഴായ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഉള്ള പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെറിയ അത് ബോളുകളാക്കി, നമ്മൾ പൂരിക്കൊക്കെ എടുക്കൂലേ, അത് കണക്ക് ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് കുറച്ച് എണ്ണയിലാണ് ഞാൻ പൊരിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അധികം മധുരം കഴിക്കില്ല. അപ്പോൾ മധുരം കഴിക്കാത്ത സ്ഥിതിക്ക് എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഇത് ചവിട്ടിൽ വെച്ചൊരു പിടിക്കും കേട്ടോ. ഈ പാത്രത്തിൽ എന്ത് പൊരിക്കാനെടുത്താലും ചവിട്ടി പിടിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണ്ടേ. അങ്ങനെ കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ കേട്ടോ. വേറെ ഒന്നല്ല, ഉള്ള ഷുഗറെല്ലാം കൂടെ പിടിച്ച് വീട്ടിൽ പോകണ്ടല്ലോ. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. ഞാനിപ്പോൾ പുറത്തു നിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പും എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കയാണ് അതിനകത്ത് ഇടുന്നത്, പഞ്ചാര പാനിക്കകത്ത്. അങ്ങനെ ഏലക്കയൊക്കെ ഇട്ടിട്ട്, മറ്റേ നമ്മൾ ഓൾറെഡി കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഷുഗർ പാനി പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട്, ഈ സത്യം പറഞ്ഞാൽ അതിനകത്തൊക്കെ കാണിക്കുന്നത് പാനിക്കകത്ത് അങ്ങോട്ടാണ് ഇടേണ്ടത്. ഇട്ടിങ്ങനെ കുതിർന്ന് കിടക്കും, ഇങ്ങനെ മേളിൽ ഇങ്ങനെ കുറേ കിടക്കണം. ഇത് എൻ്റെ പാനി അടി കിടക്കുവാണ്, ബോളും മേളിലുമാണ് കേട്ടോ. അതായത് കുറച്ച് പാനി മാത്രമേ ആക്കി എടുത്തുള്ളൂ. എന്നിട്ട് ഇത് 1 മണിക്കൂറോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ വെച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നതെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അതിനുള്ള ക്ഷമയും കാത്തിരിപ്പും പറ്റാത്തത് കൊണ്ട് ഞാൻ അന്നേരം തന്നെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പക്ഷേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ.